മഴക്കെടുതി മനുഷ്യനെ മാത്രമല്ല ബാധിക്കുന്ന ഈ വീട്ടിലെ വളർത്തു മൃഗങ്ങളെ ഉൾപ്പെടെ ബാധിക്കും. ചേട്ടാ, എവിടെ വീട്? അടുത്ത ഡിപ്പോട്ടോട് പടിഞ്ഞാറ് ഇവിടെ പോന്നേ? ഞാനിപ്പോൾ റാന്നി ചേട്ടൻ താമസിക്കുന്ന പെരുമ്പട്ടി. റാന്നിക്ക് പോകുമ്പോൾ ഇവന്റെ പേരെന്താ? ബ്രൂണോ. ബ്രൂണയും കൊണ്ടുപോകണോ? അതെ, കൊണ്ടുപോകാം. അതായത് ബ്രൂണയുടെ കരുതുകയാണ് അല്ലേ? അതെ. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തീറ്റ കൊടുക്കാൻ ആരും ഇല്ല, അപ്പം നോട്ടത്തെ അങ്ങ് കൊണ്ടുപോവുക. ശരിയാണ്. പക്ഷേ വീട്ടിലായിട്ട് ബുദ്ധിമുട്ടാവും അല്ലേ? പിന്നെ വീട്ടിലാണ് യാത്ര ചേട്ടൻ വന്നിട്ടുണ്ട്, റാന്നിയിൽ നിന്ന് ഓട്ടോയിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നീന്തി വരികയാണ്. നീലിട്ടോടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളമാണ്, അവിടെ നിന്ന് നീന്തി ഞങ്ങൾ വരികയാണ്. കുഞ്ഞുമാവിടെ പേരെന്തുവാ? റേന. ബ്രൂണെ ഇഷ്ടമാണോ? ബ്രൂണെ കൊണ്ടുപോകണോ? എന്നെ ബ്രൂണെ വീട്ടിൽ വെക്കാൻ നിർത്താനേ ഇല്ല, കൊണ്ടുപോകണം. ഇതാണ് ശരിക്കും നമ്മൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മഴക്കെടുതിയൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് രക്ഷപ്പെടുക മാത്രമല്ല, വീട്ടിലുള്ള മൃഗങ്ങളെ പറ്റിയും അതിൻ്റെ ഈ ബ്രൂണെ പോലുള്ള നായ്ക്കളെ പറ്റിയൊക്കെ ഒരു ശ്രദ്ധ വേണം. കാരണം അവർക്കും ഇതിനെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണുള്ള കാര്യമാണ്. എന്തായാലും ഈ കുടുംബം വളരെ മാതൃകപരമായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടുന്ന് റാന്നി വരെ വലിയ ദൂരമുണ്ട്. അത്രയും ദൂരം ഈ വളർത്തുനായോടെ അവർ കൊണ്ടുപോവുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജിറ്റി ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.